ഗെയിം ഇല്ല എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട. മോഡ് ഗെയിം ഞാനിപ്പം അധികം തരുന്നില്ല. പക്ഷേ ഇന്നത്തത് ഒരു മോഡ് ഗെയിമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡ് ഗെയിം ആക്കി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഗെയിം എന്ന് പറയുമ്പം ഞാനിത് കളിച്ചു നോക്കി. ഇത് കളിച്ചു നോക്കുന്ന സമയത്ത് പരസ്യം ഓടുന്നു. പരസ്യം ഓടുമ്പോൾ പരസ്യം കഴിയാണ്ട് നമുക്ക് അടുത്ത ഗെയിം എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ ഓരോരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കോയിൻസ് ഒരുപാട് വേണം. ഓരോരോ സാധനം പിക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനെല്ലാം എൻ്റെ കയ്യിലാണ് കോയിൻസ് ഇല്ല. കോയിൻസ് കളിച്ചിട്ട് ഞാൻ എടുത്തിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ടൈമില്ല. എനിക്ക് പെട്ടെന്ന് കളി തീർക്കണം. എനിക്ക് പെട്ടെന്ന് തീർത്തിട്ട് അതും ഇതുമെല്ലാം എടുത്തിട്ടെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒഴിവാക്കണം. അപ്പം ഞാൻ എന്തുകൊണ്ട് എടുത്തു, ആ ഗെയിം ഇതാക്കി മോഡ്. അപ്പം ഇപ്പം ഇത് മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കോയിൻസ് എല്ലാം കിട്ടും. അപ്പോൾ ആ കോയിൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഓപ്പൺ ആക്കിയിട്ട് എല്ലാം എടുത്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് എന്ന് പറയുമ്പോൾ കിക്ക് ദ ബഡി. അപ്പോൾ കിക്ക് ദ ബഡി അറിയാം നിങ്ങൾക്ക്. അവൻ്റെ കാലും കയ്യെല്ലാം ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ അപ്പുറം ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് അലക്കലക്ക, മുഖത്തടിക്കുക, കണ്ണിന് കുത്തി തോട്ടേക്ക, അങ്ങനത്തെ എല്ലാന്ന്. അപ്പം ഇത് കളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പ്രാന്തായി പോകും. അത് വേറൊരു കാര്യം. ഇങ്ങനെ കളിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രാന്താവും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മോഡ് തരുന്നത്. മോഡ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്ക് കിട്ടി എല്ലാം വെടിവെച്ച് എല്ലാം യൂസ് ചെയ്തിട്ട് അവസാനം ഈ ഗെയിം അൺഇൻസ്റ്റാൾ ആക്കി കളയാം. ഓക്കെ, മറ്റേ ചെയ്യാകുമ്പോൾ ഓരോന്ന് കിട്ടുമ്പോഴത്തേക്ക് സമയം വരും. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിനെ കുത്തി കൊല്ലല്, ഇതിനെ പറക്കി അപ്പുറം ഇപ്പുറമെല്ലാം എറിയല്. അപ്പം അത് കുറച്ച് മോശമായ കാര്യമാണ്. എന്നാലും പ്രാന്തായി പോകും. അതുകൊണ്ട് ഇതിൻ്റെ മോഡ് വെർഷൻ ഞാൻ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ പോയിട്ട് എടുത്തോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ ഒന്ന് നോക്കാം, എന്നിട്ട് ആക്കാം. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഗെയിം. കണ്ടപ്പോൾ തന്നെ ഒരു വികൃതമായ രൂപമല്ലേ ഇല്ലേ. ഇപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരസ്യം വരും. ഇത് ലെഫ്റ്റ് സൈഡിലൊരു ക്ലോസ് ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയിപ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ടോ എൻ്റെ മുഖത്ത് ഇങ്ങനെ അടിക്കണം, ഇങ്ങനെ തള്ളാൻ പറ്റുന്നില്ല. നമുക്കിതാ കാല് വേണ്ട. കാല് ഞാൻ വലിച്ചിട്ട് താഴേക്കും മേലേക്കെല്ലാം ഇടുന്നതാണിത്. അതേപോലെ കൈ, പിന്നെ വയറിനെ പിടിച്ച് മൊത്തം എടുക്കാൻ പറ്റും. മുഖത്ത് ഞെക്കിക്കഴിഞ്ഞാൽ മുഖത്തടിക്കും. അങ്ങനെ ഒരു ഗെയിമാണിത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി എറിഞ്ഞ് താഴെ ചുമരിലും മേലെ ചുമരിലും സൈഡിലെല്ലാം അടിച്ചിട്ട് നമുക്കെന്തും ചെയ്യാം. ഇനി ഇതിൽ കോയൻ കണ്ട അവിടെ മുകളിൽ അൺലിമിറ്റഡ് കാണുന്നു. KO എന്നുള്ളത് ഫുള്ളാകുമ്പം ഇതാവും. ഇതിപ്പോൾ കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യണം. ആ ഓപ്ഷനിൽ കളക്റ്റിൻ്റെ വേറെ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡത്തെ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ ഫസ്റ്റ് ഗണ്ണിൻ്റെ സെക്ഷൻ എടുക്കുക. ഗണ്ണ് കണ്ട കുറേ ഉണ്ട്. ഏതാ വേണ്ടത്, ഇവനെ വെടിവെച്ച് കൊല്ലാറുന്നില്ല, ഇത് വേണ്ടത് വെച്ചാൽ എടുക്കാം. കാരണം ഫുള്ള് ഫ്രീ ആണ്, ഒന്നും പിടിക്കണ്ട. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഒരു ഗണ്ണെടുത്ത് വെടിവെച്ച് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഗണ്ണിൻ്റെ ഇത്ര കണ്ട, അതെടുത്താൽ മതി. കാരണം നിങ്ങൾക്കിപ്പോൾ വെടിവെക്കുന്നത് മാത്രമേ കാണുന്നില്ല. കാരണം ഞാൻ അവിടെ ടച്ച് ചെയ്തിട്ട് ഗണ്ണിൻ്റെ വലിക്കുന്ന കണക്ക് ഇങ്ങനെ കൈകൊണ്ട് വലിക്കുമ്പോൾ വെടിവെച്ചാണ്. അവൻ ചത്തു. ഗണ്ണെല്ലാം എടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞിട്ട് കളിയെല്ലാം തീർക്കാൻ പറ്റും. അത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയണ്ട. പിന്നെ ഇതിൽ വേറൊരു ഗണ്ണുണ്ട്. ഈ സംഭവം ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണ്ണ് നമുക്ക് കാണാൻ പറ്റും. അതോ ഇത് 2 തട്ട് കൊടുക്കുക. അത് 1 2 3 തൊട്ട് ഞെക്കുമ്പോൾ ആദ്യം ഏത് ശരിയാവും, ആദ്യം വെടിവെക്കും. അതിന് കുറച്ച് ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വെടിവെക്കും. പിന്നെ ആദ്യം നമ്മൾ 2 3 ടച്ച് കൊടുക്കുമ്പോൾ ആദ്യം റെഡിയാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബഡി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. നമ്മൾ ഫോൺ ഇപ്പുറത്തെ സൈഡിലേക്ക് ചരിച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. അതായത് ഏകദേശം ഗൈറോൻ്റെ പോലെ തന്നെയാണ്. അതായത് ഇടത് ഭാഗത്തേക്ക് ഫോൺ ചരിക്കുമ്പം ഇത് ഇടത് ഭാഗത്തേക്ക് പോകും, വലത് ഭാഗത്തേക്ക് ഫോൺ ചരിക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് പോകും. അങ്ങനെ നിരങ്ങി 2 സൈഡിലേക്ക് പോകുന്നില്ലേ, അതാണിത്. ഇത് കത്തീൻ്റെ സെക്ഷൻ, അത് അമ്പ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വേറൊരു അമ്പിൻ്റെ സാധനമുണ്ട്. അമ്പിൻ്റെ സെക്ഷനിലാണ് ഞാൻ കണ്ടത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തറച്ച് നിൽക്കും. ഇതിപ്പോൾ ഇളകി പോകുന്നുണ്ടല്ലോ. ഇത് ബോംബിൻ്റെ സെക്ഷൻ. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് ഇവനെ കൊല്ലാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇതാണ്. ഇതൊന്ന് വെച്ച് നോക്കാം സംഭവം എന്നാന്ന് നോക്കട്ടെ. ഓ, തലക്കലം കെട്ടിട്ട് പോയി. അപ്പം പിന്നെ അടുത്തത് ചെടീൻ്റെ എന്തോ ചട്ടീൻ്റെ ഇതൊന്ന് സ്പ്രേ, മുട്ട സ്പ്രേ നമുക്ക് അടിച്ചു കൊടുക്കാം. മുഖത്തിൻ്റെ കളറെല്ലാം മാറി, പച്ച കളറായി. ഒന്ന് മൂക്കടച്ച് പിടിച്ചിട്ടില്ലേ, ശ്വാസം വലിക്കുന്നില്ലേ, പച്ച കളറായി. ഇവൻ ഛർദിച്ച്, അത് ഛർദിക്കുന്നയാ. അയ്യോ, ഷർട്ടെല്ലാം ഇടാൻ പറ്റും. ഇത് ഇടക്കിടയ്ക്ക് ഛർദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളത് മാറ്റാത്തോണ്ടാവുന്നു.
ഓക്കെ, നമുക്കൊരു ഡ്രസ്സിൽ ഇട്ട് കൊടുക്കാം. ഷൂ ഷൂ ഇട്ടു. ഇനി ഒരു തൊപ്പി നല്ലത് ഇട്ട് കൊടുക്കുക. തൊപ്പി ഇട്ടു. ചർജ് തീർന്നിട്ടാ വന്നു. സ്പ്രേ നല്ലോണം മൂക്ക് കയറി വന്നു എൻ്റെ. ഇനി നമുക്ക് ഷർട്ട് വേണ്ട. ഷർട്ട് നോക്കട്ടെ. നല്ല നല്ല USA ഒന്നും വേണ്ട, നമുക്ക് പച്ച കളർ ഇതിട്ട് കൊടുക്കുക. അതൊക്കെ ഓക്കെ. അങ്ങനെ ഷർട്ടിലോട്ട് കുട്ടപ്പകനാക്കിയിട്ടുണ്ട്. ഇവൻ്റെ ചർജ് തീർന്നിട്ടാവും. 2 അടി കൊടുത്തിട്ടാവും. ശരി, പല്ലെല്ലാം കണ്ട കൊഴിഞ്ഞ് വീന്ന് അടിക്കുമ്പോൾ. പിന്നെ ബാക്ക് അടിക്കുക. എക്സ്ട്രാ എന്ന് പറയുന്നത് അത് ബ്ലഡ് ഇങ്ങനെ കൊല്ലുമ്പോൾ ബ്ലഡ് വേണോ അങ്ങനത്തെ. ഇതെന്ന് പറയുമ്പം സ്ഥലം ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നും കൂടി ഓപ്പൺ ആക്കി അവിടെ തന്നെ ഒന്നും കൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്താവുക. ബാക്കിയെല്ലാം അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഓപ്പൺ ആവും. കുറച്ച് കളി കളിക്കണം. ഒരു 5, 6, 7, 8 കളി കളിക്കുമ്പോൾ ഇത് തുടങ്ങും. ഇത് പറയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണ്ടേ ഇവന്. ആ ഫുഡ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വായിലേക്ക് ഇട്ട് കൊടുത്താലും തിന്നും, അല്ലെങ്കിൽ അത് തൊട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ വായിലേക്ക് ഇടും. ഇത് കഴിച്ച് അയ്യോ തീയെല്ലാം പോന്നാ എൻ്റെ ബാക്കിൽ നിന്ന്. വേറെ നോക്കട്ടെ. ഓന് തൂറാൻ മുട്ടി. തൂറി നരിച്ച്. ഇനി തുറക്കണ്ടേ ഇത്. ഇനി ഇപ്പുറത്തെ ഞെക്ക. അത് റെഡ് കളർ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാനായി എന്നർത്ഥം. അത് കക്കൂസ് കൊണ്ടുവരിത്താം. ഇപ്പം കക്കൂസ് പോകുമ്പോൾ ഇത്രയും പൈസയാ. കോയിൻ നോക്കറ. ഇതിന് മോഡ് വേർഷൻ വേണ്ട വന്ന്, നോർമൽ മതി വന്ന്. ഒരുപാട് കിട്ടുന്നിട്ടില്ല. അപ്പം കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് വരും. പിന്നെ ഇവിടെ ഫുഡ് പൈസേൻ്റെ ഫുഡെല്ലാം ഉണ്ട്. നമുക്ക് കുമില് കൊടുത്ത് നോക്കാം. എടാ ഇത് മറ്റേ കുമിലിടാ. അയ്യോ ഛർദിക്കുതാ, തലകറങ്ങുന്നത്. ഇത് മറ്റേത്. ഇനിയിപ്പം വേറൊരു ഫുഡുണ്ട്. ഇത് കൊടുത്ത് നോക്കാം. അയ്യോ ഇത് കെമിക്കലേ തിന്നല്ലോ. വയറ്റുന്നല്ലോ. പുഴ തന്നെ ഒഴുകുന്നു. അപ്പം ഇത് കണക്കെല്ലാം നിങ്ങൾക്ക് ഓരോന്നും കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെല്ലാം ആക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ പോയിട്ട് അത് കണക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.